ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണെ, നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു സെറ്റ് മുണ്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പച്ചക്കര സെറ്റ് മുണ്ട്. അത് അമ്മ അടിച്ച് മാറ്റി. പിന്നെ എനിക്ക് കിട്ടിയത് ഈ ഒരു ഗിഫ്റ്റാണ്. ഇതെനിക്ക് കല്യാണം തലേ ദിവസം നൈറ്റ് പ്രശോഭേട്ടൻ ഓടി വന്ന് കൊണ്ടു തന്നാണ്. നല്ലൊരു അടിപൊളി ബാഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു ബാഗ് മേടിക്കാണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു പ്രശോഭേട്ടാ. വല്യച്ഛനും ഞാനും അച്ഛനും ഉണ്ണിയും പിന്നെ അമ്മയും വല്യമ്മയും ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ തുറന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആരൊക്കെ എന്തൊക്കെ തന്നു എന്ന് എഴുതി വെക്കണം, നമുക്ക് അവർക്കും തിരിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ലൊരു പിങ്ക് ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി എനിക്ക് കിട്ടിയ ഗിഫ്റ്റിലൊന്നും പേരുണ്ടായില്ല കേട്ടോ. ചിലതൊക്കെ ഞാൻ ഊഹിച്ചെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛനും എല്ലാം എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛനും വല്യച്ഛനും ഞാനും ഗിഫ്റ്റ് പൊട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കൺഫ്യൂഷനാണ് ആരെന്ത് തന്നു എന്നുള്ളത്. പക്ഷേ മോസ്റ്റ്ലി പേരുണ്ടായില്ല ഗൈസ്. പിന്നെ ഇത് ആ നേരത്തെ കണ്ട പോത്തീസിൻ്റെ കവറിലുണ്ടായിരുന്നതാണ്. ഇതാര് തന്നാന്ന് എനിക്ക് എന്തായാലും അറിയാം. ഇത് ആഷിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ആഷിയുടെ പപ്പയും മമ്മിയും പിന്നെ ഗ്രിറ്റോ ചേട്ടനും ആഷിയുടെ ഗുഡ്ബിയും കൂടെ തന്നതാണ്. അപ്പോൾ നല്ലൊരു സാരിയും നല്ലൊരു ഷർട്ടും മുണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കൂടാണ്ട് ആഷി എനിക്കൊരു ഗോൾഡിൻ്റെ റിങ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയുടെ വീട്ടിലൊരു ഷർട്ടും മുണ്ടും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിസപ്ഷൻ വന്നപ്പോൾ തന്നതാണേ. അടുത്ത ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ട് പ്രവീണ തന്നാണ്. ഞങ്ങൾ ഫ്ലഡ് സമയത്ത് ഒരു കൂട്ട് എനിക്ക് കിട്ടിയതാണ് പ്രവീണേനെ. അങ്ങനെ പ്രവീണ തന്ന ഗിഫ്റ്റാണ്. അത് ഞാൻ ജർമ്മനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ലൊരു ഫ്രെയിമാണ്. മോസ്റ്റ്ലി ഫ്രെയിമിനൊന്നും പേരില്ല ഗൈസ്, ആരെ തന്നതൊന്നും നമുക്കറിയാൻ പാടില്ല. പിന്നെ എനിക്ക് അഞ്ജേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീചേച്ചി തന്ന ഒരു ടോപ്പും പിന്നെ ഇങ്ങനത്തെ ഒരു ഫ്രോക്കുമാണ്. ആ ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നാട്ടിൽ തന്നെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ ഒരു പച്ച സാരി എനിക്ക് ഫൈസ് തന്നതാണ്. നമ്മളിങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ആ വെള്ളിച്ചൻ തുറന്നുകൊണ്ടിരിക്കുന്ന ഫ്രെയിം എനിക്ക് ഞങ്ങളുടെ നെയ്ബറായിരുന്ന രേഖാൻ്റിയുടെ കുട്ടികളും കൂടെ തന്നതാണ് കേട്ടോ. ഒരു 3 പേരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഫ്രെയിം. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് കൃഷ്ണ തന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് അഹം എന്ന് പറഞ്ഞ ബുട്ടീക്കിന്ന് എൻ്റെ ഒരു ആൻറ്റി എനിക്ക് കൊണ്ടു തന്നതാണ്, സിന്നി ആൻറ്റി. ഈ വാച്ച് എനിക്ക് വിനിച്ചാണ് വീണ ചേച്ചിയും കൂടെ തന്നതാണ്. എൻ്റെ ചേട്ടനും ചേച്ചിയും പോലെ തന്നെയാണ് കേട്ടോ അവരും. അതുപോലെ ഈ ഒരു ചുരിദാർ എനിക്ക് എവിടെ നിന്നാന്ന് അറിയില്ല. കുറേ കാര്യങ്ങൾ എവിടെയെന്ന് അറിയില്ല. ഞാൻ പിന്നെയും പറയുവാണ്. ഒരു 95% എവിടെ നിന്നാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ ഒരു കൃഷ്ണൻ്റെ ആദ്യം എപ്പോഴും എല്ലായിടത്തും കിട്ടുന്ന പോലെ. അതുപോലെ ഈ ഫ്രെയിം ഗീഗോച്ചാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് തന്നതാണ് കേട്ടോ. സിനിമ തിയേറ്ററിൻ്റെ ഒരു ഗ്യാങ് തന്നതാണ്. വിളക്ക് നമ്മുടെ കുടുംബ യൂണിറ്റ് തന്നതാണ്. പിന്നെ ഇതും ഗീഗോച്ചാൻ്റെ ഫ്രണ്ട്സിനെ തന്നതാണ്. അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് തന്നതാണ്. തിയേറ്റർ ബാൽക്കണിയുടെ നല്ലൊരു അടിപൊളി ക്ലോക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എവിടെ നിന്നാണ് ആരാ തന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. തുറന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. മീനും ഷിയയും വിഷ്ണുവും കൂടെ എനിക്ക് തന്ന മൂക്കുത്തിയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് എവിടെ നിന്നാന്ന് അറിയില്ലായിരുന്നു. തുറന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഗിഗോച്ചാൻ്റെ അച്ഛനും അമ്മയും തന്ന ഗിഫ്റ്റാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഗോൾഡ് റിങ്ങാണ്. ഇത് ഞാൻ നാട്ടിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ആഷി എന്ന റിങ്ങും കൂടെ കാണിക്കാം. എൻ്റെ മോതിരവിരലിട്ടേക്കുന്ന റിങ്ങാട്ടോ എനിക്ക് ആഷി തന്നത്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ.